ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വാർത്താസമ്മേളനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. തത്സമയ ദൃശ്യങ്ങളിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 2 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് വന്നിട്ടുള്ളത്. രണ്ടും വിദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വിമാനത്തിലെത്തിയവരാണ്. ഒരാൾ കോഴിക്കോട്ടും അടുത്തയാൾ കൊച്ചിയിലും ചികിത്സയിലാണ്. 7-ാം തീയതി ദുബായിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ വിമാനത്തിലും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിലും ഉണ്ടായിരുന്ന ഓരോരുത്തർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ഇടുക്കിയിൽ ചികിത്സയിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. ഇതുവരെ 505 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 17 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 23,930 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 23,596 പേർ വീടുകളിലാണ്, 334 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 123 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 36,648 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 36,002 രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 3,475 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 3,231 നെഗറ്റീവായിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇടപെടലും പ്രതിരോധവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വിദേശത്ത് നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും ഇങ്ങോട്ട് വരുന്നവരും അവർക്ക് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണ ജാഗ്രതയോടെ തുടരണം എന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് കുടുങ്ങിയാലും കേരളീയരെ നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രവാസികളുടെ തിരിച്ചുവരവിനായി വേണ്ട തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടത്തുന്നത്. അതിനായി കേന്ദ്ര സർക്കാരുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരികയും ചെയ്തു. വിദേശത്ത് നിന്ന് വരുന്നവരുടെ മുൻഗണനാക്രമം തയ്യാറാക്കുന്നതും എത്ര പേരെയാണ് നാട്ടിൽ കൊണ്ടുവരേണ്ടത്, ഏത് വിമാനത്താവളത്തിലാണ് അവരെ എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും യാത്രാ സൗകര്യം ഏർപ്പെടുന്നതും അതിൻ്റെ ചെലവ് ഈടാക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്
സംസ്ഥാന സർക്കാരാണ്. കേരളത്തിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്കായുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്നതും ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഇവരാണ്. വിമാനത്താവളത്തിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം KSRTC ബസ്സുകളിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളെ നിശ്ചയിച്ചിരിക്കുന്ന താമസ സ്ഥലങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഓരോ കേന്ദ്രത്തിനും 1 വീതം ഡോക്ടർ ഉൾപ്പെടെ വൈദ്യസഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിരീക്ഷണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. മേൽനോട്ടത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും നിയമിച്ചിട്ടുണ്ട്. ആവശ്യമായ ആംബുലൻസ് സൗകര്യവും ഓരോ നിരീക്ഷണ കേന്ദ്രത്തിലും ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. സൗകര്യങ്ങളൊരുക്കുന്നതിനും മറ്റുമായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഏപ്രിൽ 1 മുതൽ ഇന്നലെ വരെ 13,45,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. വൈദ്യുതി ബോർഡും വാട്ടർ അതോറിറ്റിയും തുടർച്ചയായി വൈദ്യുതിയും വെള്ളവും ഉറപ്പുവരുത്തുന്നുണ്ട്. രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കാൻ വിവിധ പ്ലാനുകളിലായി തിരിച്ച് 207 സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ 125 സ്വകാര്യ ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ 27 ആശുപത്രികളെ സമ്പൂർണ്ണ കോവിഡ് കെയർ ആശുപത്രികളാക്കും. കേരളത്തിലോ ഇന്ത്യയിൽ തന്നെയോ രോഗം നിയന്ത്രിതമായി എന്നതുകൊണ്ട് മാത്രം നാം സുരക്ഷിതരാവുന്നില്ല. COVID-19 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു രാജ്യവും അതിനെ പൂർണ്ണമായി അതിജീവിച്ചിട്ടില്ല. ഇപ്പോഴും ദിവസേന പുതിയ കേസുകൾ എല്ലാ രാജ്യത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്താകെ കൊറോണ ബാധിതരുടെ എണ്ണം 38,20,000 2,64,000 പേർ മരണമടയുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 40,000-ഓടടുക്കുകയാണ്. മരണസംഖ്യ ഇന്ന് രാവിലത്തെ കണക്കനുസരിച്ച് 1981. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണം 6,000 കവിഞ്ഞു. മരണം 40. കർണാടകത്തിൽ രോഗികളുടെ എണ്ണം 753, മരണം 33. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള സംസ്ഥാനങ്ങളിലൊന്നായ മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 20,000-ഓടടുക്കുന്നു. മരണസംഖ്യ
731. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാം കോവിഡിനെ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും രോഗവ്യാപനം തടഞ്ഞു നിർത്തുന്നതും ഏറ്റവും പ്രധാന ചുമതലയായി തന്നെ നാം ഏറ്റെടുക്കുകയാണ്. സർക്കാരിൻ്റെ കെയർ സെൻ്ററുകളിൽ കഴിയുന്നവരെയും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും ആരോഗ്യ പ്രവർത്തകർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബന്ധപ്പെടാവുന്ന നമ്പറും നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ കെയർ സെൻ്ററുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോവിഡ് ആശുപത്രികളുടെ നിയന്ത്രണത്തിലാണ് ഓരോ കെയർ സെൻ്ററും. നിരീക്ഷണത്തിലുള്ളവർക്കായി COVID-19 ഈ ജാഗ്രത ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ വീഡിയോ കോൾ വഴി ഡോക്ടർമാർ ഇവരുമായി ബന്ധപ്പെടുന്നു. ചെറിയ രോഗലക്ഷണമുള്ളവർക്ക് ഈ ജാഗ്രത ആപ്പ് വഴി ടെലിമെഡിസിനിലൂടെ മരുന്ന് കുറിക്കുകയും ആരോഗ്യ പ്രവർത്തകർ ആ മരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ ടീം ഇക്കാര്യം ചർച്ച ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു. ഉടൻ തന്നെ ആംബുലൻസ് അയച്ച് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് കോവിഡ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ വെച്ചാണ് സ്രവമെടുത്ത് PCR പരിശോധനയ്ക്കായി അയക്കുന്നത്. തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തവരെല്ലാം നിരീക്ഷണത്തിലാണ്. അവരെ പെട്ടെന്ന് ട്രേസ് ചെയ്ത് കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയുന്നുണ്ട്. ഇത്രയും വിശദീകരിച്ചത് നമ്മുടെ ശ്രദ്ധ വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. വിദേശത്തു നിന്ന് വരുന്നവരായാലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരായാലും ഒരേ സമീപനമാണ് നമുക്കുള്ളത്. ഏറ്റവും പ്രാധാന്യം സുരക്ഷയ്ക്ക് തന്നെയാണ്. രോഗവ്യാപനം ഇല്ലാതിരിക്കുക എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് പാസ് ഏർപ്പെടുത്തുന്നത്. പാസില്ലാതെ പലരും എത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെത്തി ഇങ്ങോട്ട് കടക്കാനാവാതെ വിഷമിക്കുന്നുമുണ്ട്. താൽക്കാലികമായി അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ അത് തുടരാനാവില്ല. ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്ന പാസുമായി വരുന്നവർക്ക് മാത്രമേ അതിർത്തി കടക്കാൻ കഴിയൂ. അതല്ല എങ്കിൽ രോഗവ്യാപനം തടയാൻ സമൂഹമാകെ ചെയ്യുന്ന
ത്യാഗം നിഷ്ഫലമാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ചില ക്രമീകരണങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട്. മുൻഗണനാ പട്ടികയിൽപ്പെട്ടവരും സ്വന്തമായി വാഹനത്തിൽ വരാൻ പറ്റുന്നവരുമാണ് ആദ്യം എത്തിപ്പെടുന്നത്. അവരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വിദൂര സ്ഥലങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരെ ട്രെയിൻ മാർഗം കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം തുടരുകയാണ്. ആദ്യ ട്രെയിൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീയതി ഉടനെ അറിയാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിൽ മുൻഗണന. അതേപോലെ തന്നെ മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്നും പ്രത്യേക ട്രെയിനുകൾ ആലോചിക്കുന്നുമുണ്ട്. മറ്റു മാർഗമില്ലാതെ പെട്ടുപോകുന്നവരെ ഇങ്ങോട്ടെത്തിക്കൽ എങ്ങനെയെന്നത് ആലോചിച്ച് അതിനുതകുന്ന നടപടിയും പിന്നീട് സ്വീകരിക്കുന്നതാണ്. അത് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന സമീപനത്തിൻ്റെ ഭാഗം ആയി തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു ക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. വരുന്ന ഓരോരുത്തർക്കും കൃത്യമായ പരിശോധനയും പരിചരണവും നിരീക്ഷണവും ഉറപ്പാക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ രോഗം പരിധി വിട്ട് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. അതിർത്തിയിൽ വല്ലാതെ തിക്കും തിരക്കും ഉണ്ടാവുക, ആരോഗ്യ വിവരങ്ങൾ മറച്ചുവെക്കുക, അനധികൃത മാർഗങ്ങളിലൂടെ വരാൻ ശ്രമിക്കുക, ഇതെല്ലാം ശക്തമായി തടഞ്ഞില്ലെങ്കിൽ നാം ആപത്തിലേക്ക് നീങ്ങും. ഒരാൾ അതിർത്തി കടന്നു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എത്തിച്ചേരുന്ന സ്ഥലത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ സർക്കാരിന് വേണം. എല്ലാ സൗകര്യങ്ങളും ഉറപ്പാവുകയും വേണം. അതൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരേ സമയം കടന്നു വരണം എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല. ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്, അത് സർക്കാർ മനസ്സിലാക്കുന്നുമുണ്ട്. ആ പ്രയാസങ്ങളെ മുതലെടുത്ത് വ്യാജ പ്രചരണം പാടില്ല. ഒരാൾ അതിർത്തി കടന്നു വരുമ്പോൾ അയാൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തേണ്ടതായിട്ടുണ്ട്. അത് പോലീസാണ് ഉറപ്പുവരുത്തുന്നത്. ഏത് സമയത്ത് എത്താനാവുമെന്ന് കൃത്യമായി കണക്കാക്കുന്നുണ്ട്. അങ്ങനെ എത്തിയില്ലെങ്കിൽ അത് ചട്ടലംഘനമായിട്ട് വരും. അതിൻ്റെ ഭാഗമായി കർശനമായ ഇടപെടൽ പിന്നീട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാനത്തേക്ക് കടക്കുന്നതിനുള്ള പാസ് വിതരണം നിർത്തിവെച്ചില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്.
ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും എത്തിച്ചേരേണ്ട സമയം കൃത്യമായി നിശ്ചയിച്ചറിയിക്കുകയാണ്. അത് അതിർത്തിയിലെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിന് സഹായിക്കും. ഇനിയും കൂടുതൽ എന്തൊക്കെ അതിർത്തിയിൽ ചെയ്യാൻ കഴിയും എന്നതും സർക്കാർ ആലോചിക്കുകയാണ്. അപ്പോൾ ക്രമീകരണങ്ങളുമായി എല്ലാവരും സഹകരിക്കണം. എല്ലാവർക്കും ഒരേ സമയം നാട്ടിലെത്തണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ അതിനിപ്പോൾ കഴിയില്ല. മുൻഗണന പ്രകാരമാണ് ആളുകൾ എത്തിക്കുന്നത്. അപ്പം അതുപ്രകാരം പാസ് കൊടുത്തിരിക്കുകയാണ്. അതിൽ എത്തേണ്ട സമയം കൃത്യമായി പറയുന്നുണ്ട്. ആ സമയത്താണ് ആളുകൾ എത്തേണ്ടത്. പാസ് ഇല്ലാതെ, പാസിന് അപേക്ഷിക്കുക പോലും ചെയ്യാതെ എത്തിപ്പെടുന്ന ചിലരുമുണ്ട്. അതെല്ലാം ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെ താളം തെറ്റിക്കുക മാത്രമേ ചെയ്യൂ. അത്തരമൊരു താളം തെറ്റൽ അനുവദിക്കാനാവില്ല. ഇത് എല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ സാഹചര്യം മാധ്യമങ്ങൾക്കും ഉൾക്കൊള്ളാനാവണം. ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയാൽ ആ വ്യവസ്ഥ അംഗീകരിക്കാതെ സ്വന്തമായി തീരുമാനിച്ച് പുറപ്പെട്ട് അതിർത്തിയിലെത്തി അവിടെ രാവിലെ 6 മണിക്കേ വന്നതാണ്, ഇപ്പോൾ 11 മണിയായി, ഒന്നും ഇതേവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് ഓ അങ്ങനൊരു അവസ്ഥ വന്നോ എന്ന് സ്വാഭാവികമായി ചിന്ത വരും. പക്ഷെ ഒരു ചോദ്യം ഈ കേൾക്കുന്നയാൾ അയാളോട് ചോദിച്ചാൽ, നിങ്ങളെ കയ്യിൽ പാസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ പാസ്സില്ല എന്തായിരിക്കും ഉത്തരം. അപ്പം ഇത് നാം മനസ്സിലാക്കണം. നാം എല്ലാവർക്കും സൗകര്യമൊരുക്കാനാണ് നിൽക്കുന്നത്. പക്ഷെ വളരെ കൂടുതൽ ആളുകളുണ്ടാകുമ്പോൾ ഇതുപോലൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഘട്ടവും കൂടിയാകുമ്പോൾ അതിന് കൃത്യമായ ക്രമീകരണം വേണം. ആ ക്രമീകരണമാണ് ഇപ്പോഴുണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കി എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രത്യേകിച്ച് വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങളും ഈ കാര്യം ഈ പ്രത്യേക സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇഞ്ചിവിള, കൊല്ലത്തെ ആര്യങ്കാവ്, പാലക്കാട്ട് വാളയാറ്, വയനാട്ടിൽ മുത്തങ്ങ, കാസർഗോഡ് തലപ്പാടി, ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കേരളത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓരോ ചെക്ക് പോസ്റ്റിലൂടെയും കടന്നു വരാവുന്ന ആളുകൾക്കൊരു പരിധിയുണ്ട്. അപ്പം അത്തരത്തിൽ സാധ്യമാകുന്ന ആളുകൾക്കാണ് പാസ് ഒരു ദിവസം അനുവദിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ ഈ സംസ്ഥാനത്തേക്ക് കടക്കാൻ പാസ്സില്ലാതെ ധാരാളം പേർ ചെക്ക് പോസ്റ്റുകളിൽ എത്തിയിട്ടുണ്ട്. പാസ്സില്ലാത്തവരെ അതിർത്തിയിൽ നിന്ന് മടക്കി അയക്കാൻ മാത്രമേ കഴിയൂ. പാസ്സിൽ രേഖപ്പെടുത്തിയ തീയതി, അതിൽ ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാം. മതിയായ കാരണങ്ങളും അതിനുണ്ടാവും. അത് ബോധ്യപ്പെടുത്തിയാൽ ആ വ്യത്യാസമൊക്കെ, ആ ഇളവൊക്കെ അനുവദിച്ച് തന്നെ അവരെ കടത്തിവിടുന്ന നില സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇന്നെത്തേണ്ട ആൾ ഇന്നെത്തിയില്ല, നാളെയായിപ്പോയി,
നേരത്തെ എത്തി, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വിവേചന ബുദ്ധിയോടെ ചെക്ക് പോസ്റ്റ് ഇരിക്കുന്നവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തി കടന്നെത്തുന്നവരുടെ പരിശോധന എത്രയും വേഗം പൂർത്തിയാക്കാനും പ്രവേശന അനുമതി നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് ജനമൈത്രി പോലീസിൻ്റെ സേവനവും ഉപയോഗിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഈ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട്. പാസ് ഇല്ലാത്ത ആരെയും കടത്തിവിടില്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പാസ് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് പുറപ്പെടാൻ പാടുള്ളൂ. ഇതുവരെ 21,812 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 54,262 പേർക്കാണ് പാസ് നൽകിയിട്ടുള്ളത്. തുറന്നും പാസ് നൽകുന്നതിനുള്ള നടപടി തന്നെയാണ് സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്തെ പ്രവാസി കേരളീയരുടെ സൗകര്യത്തിനായി ചില പ്രധാന നഗരങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുന്നതാണ്. ഡൽഹി കേരള ഹൗസ്, മുംബൈ കേരള ഹൗസ്, ചെന്നൈ, ബാംഗ്ലൂർ, നോർക്ക ഓഫീസുകൾ ഇവ കേന്ദ്രീകരിച്ചാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. ഈ 4 കേന്ദ്രങ്ങളിലും അതത് സംസ്ഥാനങ്ങളിലുള്ള പ്രവാസി കേരളീയർക്കായി കോൾ സെൻ്ററുകളും ആരംഭിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ സന്നദ്ധരായി ടൂറിസ്റ്റ് വാഹന ഓപ്പറേറ്റർമാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ടൂറിസം വകുപ്പ് 493 വാഹനങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് 152 പ്രവാസികൾ ഇന്നലെ കരിപ്പൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. 142 പ്രവാസികളായ മലയാളികളും കർണാടക സ്വദേശികളായ 8 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരുമാണ് എത്തിയത്. യാത്രക്കാരിൽ 128 മുതിർന്നവരും 24 കുട്ടികളുമായിരുന്നു. 78 പേർ ഗർഭിണികളാണ്. ഇതിലൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദേശത്തു നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരുന്ന ഗർഭിണികൾക്ക് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. വീടുകളിലാണ് ക്വാറന്റൈനിലേക്ക് പോകുന്നത്. അപ്പോൾ അവരും അവരുടെ വീട്ടുകാരും കർക്കശമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. അപ്പോൾ അവർക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം സ്വാഭാവികമായി ഉണ്ടാകാം. അത്തരം ആവശ്യമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ കൺട്രോൾ റൂമുമായി ആദ്യം ബന്ധപ്പെടണം. കാരണം ഇഷ്ടമുള്ള ആശുപത്രി നോക്കി കയറി ഇറങ്ങുന്ന സ്ഥിതി ഈ ഘട്ടത്തിൽ പറ്റില്ല. അത് ആരോഗ്യ സുരക്ഷയ്ക്ക് ചിലപ്പോൾ ഹാനിയായിട്ട് മാറും. അപ്പോൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് തുറ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നന്നാവുക. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഗർഭിണികൾ ഉൾപ്പെടെ പ്രത്യേക പരിഗണനാ വിഭാഗത്തിലുള്ള 114 പേരെ
വീടുകളിൽ നിരീക്ഷണത്തിന് അയച്ചിട്ടുണ്ട്. വിമാനത്തിലിറങ്ങിയ യാത്രക്കാരിൽ 4 പേര് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ബെറിൻ കൊച്ചി വിമാനത്താണ് ഇന്നലെ എത്തിയ മറ്റൊരു വിമാനം. 181 യാത്രക്കാരായിരുന്നു. 87 പുരുഷന്മാർ, 94 സ്ത്രീകൾ, 25 ഗർഭിണികൾ, 10 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾ. ഇതിൽ എറണാകുളം സ്വദേശികളായ 15 പേരെ കോവിഡ് കെയർ സെന്ററിൽ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് മസ്കത്ത് കൊച്ചി, കുവൈത്ത് കൊച്ചി, ദോഹ കൊച്ചി ഇങ്ങനെ 3 വിമാനങ്ങളാണ് കേരളത്തിലെത്തുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് നല്ല കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. വേനൽ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ജനങ്ങൾ നല്ല ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച ലോക്ക്ഡൗൺ പൂർണ്ണമായി പാലിക്കുക. ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് എന്നത് ചോദ്യം വന്നിരുന്നല്ലോ. അത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ, പാൽ വിതരണവും ശേഖരണവും, ആശുപത്രികൾ, ലാബുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ, കോവിഡ്-19 പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, മാലിന്യ നിർമ്മാർജ്ജനം നടന്ന സ്ഥാപനങ്ങൾ, ഏജൻസികൾ ഇവയ്ക്കെല്ലാം പ്രവർത്തനാനുമതി ഉണ്ടാകും. ഹോട്ടലുകളിൽ ടേക്ക് അവേ സർവീസ് കൗണ്ടറുകൾ പ്രവർത്തിക്കാവുന്നതാണ്. മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അനുവദനീയമായ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർക്കും മാത്രമാണ് സഞ്ചാരത്തിനുള്ള അനുവാദം. വേറെ അടിയന്തര സാഹചര്യം വന്നാൽ ജില്ലാ അധികാരികളുടെയോ പോലീസിൻ്റെയോ പാസുമായി മാത്രമേ യാത്ര അനുവദിക്കാവൂ. അപ്പോൾ യാത്ര ചെയ്യേണ്ട ഘട്ടം വന്നാൽ അത് പ്രത്യേകം ആലോചിച്ചോളണം. നമ്മുടെ ക്വാറന്റൈൻ കാര്യവുമായി ബന്ധപ്പെട്ട് എത്തരം ക്രമീകരണമാണ് നാം പാലിക്കേണ്ടത്? അത് സംബന്ധിച്ച് ഡോക്ടർ ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി പഠനം നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യ വകുപ്പും അംഗീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചില ക്രമീകരണങ്ങൾ വരുത്തുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആദ്യം മെഡിക്കൽ പരിശോധന നടത്തും. അതിൽ രോഗലക്ഷണമില്ലാത്തവരെ 14 ദിവസം വീടുകളിലേക്ക് ക്വാറന്റൈൻ അയക്കും. അപ്പോൾ വീടുകളിലായിരിക്കും ക്വാറന്റൈൻ. രോഗലക്ഷണമുണ്ടെങ്കിൽ PCR ടെസ്റ്റ് നടത്തുകയും കോവിഡ് ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്യും. ക്വാറന്റൈൻ സമയത്ത് എന്തെങ്കിലും രോഗലക്ഷണം കാണുകയാണെങ്കിൽ PCR ടെസ്റ്റും തുടർ ചികിത്സയും ലഭ്യമാക്കും. രോഗലക്ഷണങ്ങളുള്ളവരെ മാത്രമേ ടെസ്റ്റ് ചെയ്യൂ. ആന്റിബോഡി കിറ്റുകൾ ലഭിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതനുസരിച്ച് ആന്റിബോഡി ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നതാണ്.
കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യവും സംസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള പ്രവാസികളുടെ ബാഹുല്യവും കണക്കിലെടുത്താണ് ഈ ക്രമീകരണങ്ങൾ വരുത്തുന്നത്. കേരളത്തിലെ വീടുകളിലെ നിരീക്ഷണ സമ്പ്രദായം ഫലപ്രദമാണ് എന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഈ സംവിധാനം മറ്റെന്തിനേക്കാളും മെച്ചമാണ് എന്ന് തന്നെയാണ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്. ആ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിക്കുകയാണ്. വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ക്രമീകരണങ്ങളും നിബന്ധനകളും പ്രസിദ്ധപ്പെടുത്തും. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന അമ്മയ്ക്കും മകൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെക്കുറിച്ചായിരുന്നു ചോദ്യം. അവർക്ക് രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ ഫലം നെഗറ്റീവാണ്. ഇതിൽ നിന്ന് നാം ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ആദ്യം ഉറപ്പാക്കണം, എന്നിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. നാളെ മാതൃദിനമാണ്. അമ്മമാർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം. അമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് 10,000 7 കുറക്കാൻ കേരളത്തിന് സാധിച്ചിരിക്കുന്നു. ഇത്തരമൊരു വാർത്ത വരുന്ന ഘട്ടത്തിലാണ് ഇത്തവണത്തെ മാതൃദിനം എന്നത് പ്രത്യേക സന്തോഷത്തിന് വകയുള്ളതാണ്. ശിശുമരണ നിരക്ക് ഒറ്റയക്കത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ ശ്രദ്ധേയമായ നേട്ടമായാണ് UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിഭാഗം കരുതുന്നത്. ദേശീയ ശരാശരി 32ആണ്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരളം 7ലേക്ക് എത്തുന്നത്. ഐക്യരാഷ്ട്രസഭ പോലും 2020 ശിശുമരണ നിരക്ക് 8ലേക്ക് കുറക്കുക എന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നാം ഇവിടെ 7ലേക്ക് എത്തിയിരിക്കുന്നത്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 993 കുട്ടികളും ജീവിക്കുന്ന അവസ്ഥ. അപ്പോഴും 7 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നത് സങ്കടകരമാണ്. അത് 0യിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല തോതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. വേറൊരു കാര്യം പറഞ്ഞതിന് ശേഷം പറയാം. ചില ആളുകൾ ക്ഷേത്രങ്ങളുടെ ഫണ്ട് സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നു എന്ന പ്രചരണം അഴിച്ചുവിടുന്നതായി കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ ഫണ്ട് സർക്കാർ എടുത്തുകൊണ്ടുപോകുന്ന സമീപനം ഇവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പരിശോധിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടി രൂപ, മലബാർ കൊച്ചി ദേവസ്വങ്ങൾക്ക് 36 കോടി രൂപ ബജറ്റിലൂടെ നീക്കിവെക്കുകയായിരുന്നു.
ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ഇടത്താവളങ്ങൾക്ക് വേണ്ടി കിഫ്ബിയിലൂടെ 142 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ശബരിമല തീർത്ഥാടനത്തിനുള്ള പ്രത്യേക ഗ്രാന്റ് 30 കോടി രൂപയുടേതായിരുന്നു. കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രമടക്കം തകർച്ച നേരിടുന്ന പുരാതന ക്ഷേത്രങ്ങളുടെ പരിരക്ഷണത്തിനായി ഒരു പ്രത്യേക പ്രോജക്റ്റ് സർക്കാർ നടപ്പാക്കി വരികയാണ്. 5 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. തത്വമസി എന്ന പേരിലുള്ള ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ഹെറിറ്റേജ് സ്കീം പ്രകാരം 10 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു. ഇതെല്ലാം നാടിൻ്റെ മുന്നിലുള്ള കണക്കാണ്. ബജറ്റ് പരിശോധിച്ചാൽ സർക്കാർ കൊണ്ടുപോവുകയാണോ സർക്കാർ കൊടുക്കുകയാണോ എന്ന് വ്യക്തമാകും. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചിലർ എന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഈ മഹാദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ പോലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന മട്ടിൽ പെരുമാറരുത് എന്ന് മാത്രമേ അത്തരം ആളുകളോട് പറയാനുള്ളൂ. നമ്മുടെ രാജ്യത്തിലെ പല ക്ഷേത്രങ്ങളും, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് ദുരിതാശ്വാസ സഹായം നൽകിയിട്ടുണ്ട്. 1 കോടിയും അതിൽ പരം രൂപയും കൊടുത്ത ക്ഷേത്രങ്ങളുടെ പേരുകൾ മാത്രം ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം. ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രം, അംബാജി ക്ഷേത്രം. മഹാരാഷ്ട്രയിൽ മഹാലക്ഷ്മി ദേവസ്വം കോലാപ്പൂർ. അവിടെ തന്നെ ഷിർദി സായിബാബ ട്രസ്റ്റ്, അത് 51 കോടി രൂപയാണ്. മാതാ മൻസിദേവി ക്ഷേത്രം ഉത്തരാഖണ്ഡ്. ബീഹാറിൽ മഹാവീർ ക്ഷേത്രം പാറ്റ്ന. നമ്മുടെ സംസ്ഥാനത്ത് ദുരിതാശ്വാസ നിധിയുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള സഹായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും ചേർന്ന് 58,89,531 രൂപ. MRF കോട്ടയം യൂണിറ്റിലെ CITU തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം 15,550,000 രൂപ. സ്വാശ്രയ ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ 10 ലക്ഷം രൂപ. രാംകോ സിമന്റ് 22,60,880 രൂപയുടെ ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകൾ നേരത്തെയും 48,31,681 രൂപയുടെ ഉപകരണങ്ങൾ അവർ കൈമാറിയിരുന്നു. തൊടുപുഴ സ്വദേശി സൽമ സെബാസ്റ്റ്യൻ മൂവാറ്റുപുഴ താലൂക്കിലെ എനാനെല്ലൂരിലെ 5 സെന്റ് ഭൂമി. മുൻ മന്ത്രി ശ്രീ ബേബി ജോണിൻ്റെ പത്നി അന്നമ്മ ബേബി ജോൺ, മകൾ ഷീല ജെയിംസ് എന്നിവർ ഓരോ ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ക്ഷമിക്കണം, അവരുടെ എല്ലാം പേരുകൾ പറഞ്ഞാൽ വളരെ ദീർഘമായി പോകും. അതുകൊണ്ട് ആ പേരുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നല്ല രീതിയിലുള്ള സഹകരണമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. ഇന്നത്തെ പരിശോധനാ ഫല സത്യത്തിൽ നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്നില്ല. കാരണം 2 വിമാനത്തിലുള്ള ഓരോരുത്തർക്കും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കൂടെ ഉള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യത വർദ്ധിക്കുമല്ലേ? തീർച്ചയായും അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇത് നാം പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ടാണ്
കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ വരാവൂ എന്നൊരു നിലപാട് നാം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ എത്തിയ ഉടനെ തന്നെ അവർ രോഗബാധിതരാണ് എന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടെ യാത്ര അവരെ നിരീക്ഷണം ശക്തിപ്പെടുത്തും, അവരെ ട്രേസ് ഔട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഗൗരവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ഈ വലിയ തോതിൽ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിൽ നല്ല കരുതൽ, ജാഗ്രത വേണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണിത്. ക്വാറന്റൈനിലെ പുതിയ ക്രമീകരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണോ ഇപ്പോൾ, അതോ വിദേശത്ത് വരുന്നവർക്കും ഇത് ബാധകമാക്കുമോ? വിദേശത്ത് വരുന്നവർക്ക് ബാധകമല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ബാധകമായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7-ാം തീയതി വന്നവരാണ്. അപ്പൊ അന്ന് അവിടെ നിന്ന് പരിശോധന കഴിഞ്ഞതാണ്, റാപ്പിഡ് ടെസ്റ്റ് കഴിഞ്ഞാണ്. പക്ഷെ അതിനുശേഷം പിന്നെ പരിശോധന ഇല്ലാത്തതൊരു പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്ന്. രണ്ട്, ഈ അതിർത്തിയുടെ കാര്യം വളരെ വിശദമായി പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അതിർത്തിയിൽ പലരും കിടക്കുന്നുണ്ട്, പാലക്കാടും ഒക്കെ. അവരെന്താണ് ചെയ്യേണ്ടത്? പാസ് ഇല്ലാതെ ഇനി കയറ്റിവിടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിർത്തിയിലുള്ളവർ, അതിർത്തിയിൽ എത്തിയവർ എന്താണ് ചെയ്യേണ്ടത്? അവർ തിരിച്ചു പോകുക എന്നുള്ളതേ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ഈ 7-ാം തീയതി വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് തീയതി എത്രയാ? അതെ, 9. അപ്പോൾ 7-ാം തീയതി അവരെത്തി, 9-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മൾ ആ ഫലം കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വരുമ്പോൾ തന്നെ രോഗബാധിതരായിരുന്നു എന്നാണ്. ഇനി ഇത്തരത്തിൽ എത്ര ആളുകളുണ്ട്? ആദ്യം തന്നെ ചിലരുടെ കാര്യം പുറത്തു വരില്ല. നമ്മളാരും രോഗബാധിതരാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇത്തരമൊരു രോഗത്തിൻ്റെ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ട് പുറത്തു വരിക. ഇത് നേരത്തെ തന്നെ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ആ രോഗലക്ഷണങ്ങൾ ചില മരുന്നുകളിലൂടെ മറച്ചു വെക്കാൻ സാധിക്കും. അതെന്താണ് സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരനാസ്ഥയും ഇവിടുന്നുണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുക. കൃത്യമായി പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. നല്ല ഗൗരവമായ ഇടപെടൽ ഇനിയും തുറന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരും കൂടി ശ്രമിക്കേണ്ടതുമാണ്. ഈ ഫ്ലൈറ്റില് വന്നിട്ടുള്ള ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ, അല്ലെങ്കിൽ ഗർഭിണികൾ, പ്രായമായവർ, അവർ ഹോം ക്വാറന്റൈനിൽ പോയിട്ടുള്ളവർ, അവരെ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നുണ്ടോ? അതിന്റെ ഒരു ആവശ്യമുണ്ട് എന്നാണോ വിലയിരുത്തൽ? അല്ല, അവര് ഗർഭിണികളുടെ കാര്യത്തിൽ ഹോം ക്വാറന്റൈൻ തന്നെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പ്രശ്നമുള്ളത്, ഗർഭിണികളാകുമ്പോൾ ആശുപത്രികളിൽ പോകാനുള്ളൊരു ത്വര സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ആവശ്യവുമാണ്. അപ്പോൾ ആശുപത്രികൾ പോകുമ്പോൾ അത് ഏത് ആശുപത്രി എന്നുള്ളത് പെട്ടെന്നങ്ങ് തീരുമാനിക്കരുത്. അതാണ് ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കണം എന്ന് പറയുന്നത്. ആ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ ആദ്യം വന്ന ഫ്ലൈറ്റിൽ തന്നെ 2 പേർക്ക് ഇത്രയും പരിശോധനകൾക്ക് ശേഷം അവരിൽ പോസിറ്റീവ് ആയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ ടെസ്റ്റുകൾ അല്ലെങ്കിൽ നടത്തണമെന്ന് കേരളം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ആ കൂട്ടത്തിൽ വന്നവരിൽ ഏകദേശം 60ഓളം പേര് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പൊ അവരെ കൂടുതൽ സർവൈലൻസിലേക്ക് എന്തെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു? അല്ല, അതിൽ ഈ കാര്യം തന്നെ ഭദ്രമാണ്. ഹോം ക്വാറന്റൈൻ്റെ ഭാഗമായി കഴിയുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കും. ഗർഭിണികൾക്ക് ഇന്നത്തെ നിലയിൽ ഏറ്റവും ഭദ്രമായ സ്ഥലം അവരുടെ വീട് തന്നെയാണ്. അതുകൊണ്ടാണ് വീട്ടിലാക്കിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ വേറെ സ്ഥലം ആലോചിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ വീട്ടിൽ കഴിയുന്നതാണ് നല്ലത്. ഇക്ബാൽ ഡോക്ടർ പറഞ്ഞ സമിതിയുടെ ക്രമീകരണത്തില് ഈ ഇതര സംസ്ഥാനങ്ങളിലെ റെഡ് സോണുകളിൽ നിന്ന് വരുന്നവർക്കും ഈ ക്വാറന്റൈൻ വീടുകളിലാകാമോ? അതിനെന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ? എല്ലാവർക്കും ഈ ഹോം ക്വാറന്റൈൻ തന്നെയാണ് വരിക. എല്ലാവർക്കും ഹോം ക്വാറന്റൈൻ തന്നെയാണ് വരിക. ഈ മുംബൈയിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് എടുക്കാൻ അവർക്ക് നിവർത്തിയില്ല എന്ന് വരാൻ കഴിയുമെന്ന് അറിയാതെ ആളുകൾ മുംബൈ, പൂന തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അവർക്ക് എന്താ ഒരു മാർഗം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതിൽ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. സാധാരണ നിലക്ക് അവർക്കെല്ലാം ഇങ്ങോട്ട് വരാൻ സാധിക്കും. ഈ രജിസ്റ്റർ ചെയ്തവർക്ക് പാസ് കിട്ടുക തന്നെ ചെയ്യും. പാസിന് അവർക്ക് അപേക്ഷിക്കണം. ആ അപേക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ പാസ് അനുവദിക്കുന്നത് ഈ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം നമുക്ക്
അതിർത്തിയിലൂടെ കടന്നു വരാൻ പറ്റാവുന്ന ആളുകളുണ്ട്. അത്രയും ആളുകൾക്കാണ് പാസ് അനുവദിക്കുക. ആ സമയം കൂടി നിശ്ചയിച്ചു കൊടുക്കും. അപ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. എല്ലാവരെയും അനുവദിക്കുന്ന നില തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. അവിടെ ഈ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അവിടെ പാസ് വാങ്ങേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ അവർ കഴിയുന്നില്ല. ബോംബെ, പൂന, ഈ ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അതിന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് പാസ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അവിടുത്തെ പാസ്സോടുകൂടി മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. അപ്പോൾ അത് അവിടെ തന്നെ ശ്രമിക്കണം. കേരള സർക്കാർ കൊടുത്ത പാസ് ഇന്നത്തെ ഡേറ്റിലാണ്. ഇന്ന് തന്നെ അതിർത്തിയിൽ എത്തണം എന്നാണ് ആ ഡേറ്റും കൊടുത്തിരിക്കുന്നത്. ചെന്നൈയിലൊക്കെ വരുന്നവർക്ക് തന്നെ 10-14 മണിക്കൂർ യാത്ര ചെയ്ത് കുമ്പളി പോലുള്ള അതിർത്തികളിൽ എങ്ങനെ വരാൻ പറ്റുമെന്നുള്ളതാണ്. അതിർത്തിയിലുള്ളവർക്ക് അതിർത്തിയിലെത്തുന്നതിന് അത്ര ഒരു പ്രശ്നമേ വരുന്നില്ല. ചിലർ മുൻകൂട്ടി തന്നെ എത്തുന്നുണ്ട്. അത്ര ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. യാത്രക്ക് നിങ്ങൾ നേരത്തെ കണക്കാക്കി അത്ര സമയം വരുന്നില്ല. അത് വളരെ ചുരുങ്ങിയ സമയം ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പാസ് കിട്ടിയതിനു ശേഷമാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ കൃത്യസമയം അതെ, പാസ് അവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും ഇന്ന് ഈ പറയുന്ന എണ്ണം പാസുകളെല്ലാം നേരത്തെ കിട്ടിയതാണ്. ഇപ്പൊ ഇന്ന് പാസ് കൊടുത്ത് ഇന്ന് വരുന്നതല്ല. നേരത്തെ അവരുടെ കയ്യിൽ പാസ് ഉണ്ട്. ഇന്ന തീയതിയിലാണ് എത്തേണ്ടതെന്നാണ് പറയുന്നത്. CM മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് CM പറഞ്ഞു. പക്ഷേ ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ KSRTC ബസ്സിലും ആളുകളെ കൊണ്ടുവരുന്ന കാര്യം പരിഗണിച്ചുകൂടെ? അതൊരു വഴിയാണ്. പക്ഷേ അത് ഏതാണ് പ്രായോഗികമെന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ ട്രെയിൻ മാർഗമാകുമ്പോൾ കുറേ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഏതായാലും അത്തരം കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെ പരിശോധിക്കും. നമ്മൾ പാസ് വിതരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഈ റെഡ് സോൺ ജില്ലയിലുള്ള ആൾക്കാർക്ക് നമ്മൾ പാസ് വിതരണം ചെയ്യുന്നത് അത്തരത്തിൽ വാർത്തകളുണ്ട്. റെഡ് സോണിലുള്ളവർക്ക് പാസ് വിതരണം ചെയ്യുന്നില്ല എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അത് എല്ലാവർക്കും പാസ് ഉണ്ടോ? ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമ്മൾ പാസ് വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഈ അതിർത്തിയിൽ എത്ര ആളുകൾക്ക് ഒരു ദിവസം എത്താം. അങ്ങനെ വരുമ്പോൾ അതിലേറ്റവും പറ്റിയ സൗകര്യം നോക്കി ആളുകൾക്ക് പാസ് വിതരണം ചെയ്യും. ഏതെങ്കിലും മേഖല എന്ന് പ്രത്യേകമായിട്ട് അതിൽ തിരിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്വമൊന്നും സംസ്ഥാന ഗവൺമെന്റ് എടുക്കാനാവില്ല. അവർ പാസോടുകൂടി മാത്രമേ ഇവിടെ എത്താൻ പാടുള്ളൂ. പാസോടുകൂടി എത്താത്തവരുടെ ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റ് എടുക്കാനാവില്ല. കഴിഞ്ഞ ദിവസം വന്ന 2 പ്രവാസികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അപ്പോൾ ഇവർ കൂടെ യാത്ര ചെയ്തവർക്ക് നമ്മൾ ടെസ്റ്റ് ഉടൻ നടത്തുന്നുണ്ടോ, അതോ നേരത്തെ നിശ്ചയിച്ച പ്രകാരം 7 ദിവസത്തിന് ശേഷമാകുമ്പോൾ ടെസ്റ്റ്? ടെസ്റ്റ് എന്നത് രോഗലക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നടത്തുന്നത്. അതിന്റെ കാര്യങ്ങൾ അവരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷണത്തിന്റെ ഭാഗമായി ടെസ്റ്റ് നടത്തേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിന്റെ വിശദമായ പരിശോധനയിലേക്ക് കടക്കും. കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തുള്ളത് ഈ നഴ്സുമാരും അതോടൊപ്പം തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രെയിനോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുടെ ഒരു അവസ്ഥ? അങ്ങനെ എല്ലാ കാലവും വരില്ല. ഇതിപ്പോൾ ട്രെയിനൊക്കെ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയല്ലേ. എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്നാണ്? കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മാറ്റങ്ങൾ വരുമല്ലോ. സ്വാഭാവികമായിട്ടും ആ സ്ഥിതിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് അയൽ സംസ്ഥാനങ്ങൾക്ക് അപ്പുറമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നുള്ള പാസ് കിട്ടി, കേരളത്തിന്റെ പാസ് കിട്ടി. പക്ഷെ ഇടയ്ക്കുള്ള ഈ സംസ്ഥാനത്തിന്റെ പാസ് അത് നിർബന്ധമായിരിക്കും? അതില്ല. ഒരു സംസ്ഥാനത്ത് നിന്ന് പാസ് എവിടുന്നാണോ വരുന്നത് അവർ പാസ് കൊടുത്തു. പിന്നെ എവിടെയാണോ എത്തേണ്ടത് അവിടുത്തെ പാസ്. ഈ 2 പാസ്സാണ് ആവശ്യമായിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അതിന്റെ ക്രമമായി നടക്കും. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ തീര മത്സ്യഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന വിഴിഞ്ഞം ഹാർബർ. അവിടെ സർക്കാർ നിർദ്ദേശിച്ച നിയന്ത്രിത മത്സ്യവിപണനം ഇപ്പോൾ നടക്കുന്നില്ല. പഴയ പോലെ ലേലം വിളിയാണ്. അതുപോലെ തൊട്ടടുത്ത കന്യാകുമാരിയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കടൽ മാർഗം ഇവിടെ എത്തുവാനുള്ള വലിയ പ്രയാസവുമില്ല. അതുപോലെ സാമൂഹ്യ അകലം തുടങ്ങിയ മറ്റ് മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ ശരിക്കും ഒരു നിയന്ത്രണവും ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇതര ഹാർബറുകളിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം തൊഴിലാളികൾ ഈ കന്യാകുമാരി ജില്ലയിൽ നിന്നും ഉള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഇവര് കേരളത്തിന്റെ വിവിധ ഹാർബറുകളിലെത്തി പണിയെടുക്കുവാനും ഇപ്പോൾ എല്ലാം ഇളവുകൾ അനുവദിച്ച സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണമോ നിയന്ത്രണമോ അനിവാര്യമാണ്. ഇതിൽ വിഴിഞ്ഞത്തെ പ്രശ്നം നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. നമ്മൾ ആ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞതാണ്. നിർഭാഗ്യകരമായ ഒരു വശമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത്
അതേ രീതിയിൽ തുടരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ യോഗങ്ങൾ ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളവർ സഹകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും അഭ്യർത്ഥിക്കാനുള്ളത്. CM ഈ നമ്മുടെ ഈ ഹോട്ടലുകളും മറ്റും ആളുകളെ താമസിപ്പിക്കാൻ വാടകയ്ക്ക് എടുക്കുമെന്നായിരുന്നല്ലോ CM നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പലയിടത്തും തഹസിൽദാർമാരും മറ്റും ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് പല ഹോട്ടലുകളും ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവർക്ക് ഈ ഹോട്ടൽ ഉടമകൾക്ക് ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അവർക്ക് വാടക കിട്ടില്ല എന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ആശങ്ക വേണ്ടതില്ല. ഇത് ഹോട്ടൽ എടുക്കുന്നതിന് ഈ പറയുന്ന നിയമമൊക്കെ പ്രയോഗിക്കുന്നുണ്ടാവും. പക്ഷേ വാടക അതിൻ്റെ കൂടെ കൊടുക്കുന്നതിന് തയ്യാറാവും. ഈ കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാനത്തുണ്ടെന്ന് പറയും. അവർ തിരിച്ച് അതാത് രാജ്യങ്ങളിൽ എത്തിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശമോ എന്തെങ്കിലും സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തുമുള്ള നമ്മുടെ നാടിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് മുൻഗണന നിശ്ചയിക്കുന്നത്. അക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ എപ്പോഴും കൂടുതൽ മുൻഗണന നൽകണം എന്നത് തന്നെയാണ് കേന്ദ്രവും കാണുന്നത് എന്നാണ് തോന്നുന്നത്. കേരളത്തിലേക്ക് ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും വരുന്നവർക്ക് കടന്നു വരാനുള്ള അനുവാദം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ കൂടി കേരളത്തിലേക്ക് വരാനും ഇപ്പോൾ അനുവാദമില്ല എന്ന്. അപ്പോൾ ഏറ്റവും അടിയന്തരമായുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുമോ, അതിന് എന്തെങ്കിലും നിർദ്ദേശം നൽകുമോ? മാഹിയും കേരളവും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ. അത് കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് പോലൊരു സ്ഥലമല്ലേ. അതിലൊന്നും ഒരു പ്രത്യേക പ്രശ്നവും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാഹിയിലൂടെയാണ് കണ്ണൂരിലുള്ളവർക്ക് കോഴിക്കോടേക്ക് പോകേണ്ടത്, കോഴിക്കോടുള്ളവർക്ക് കണ്ണൂരിലേക്ക് പോകേണ്ടത്. അതൊക്കെ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഉള്ള ചില നിയന്ത്രണങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രധാന ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഈ പറയുന്ന സ്ഥലം തന്നെയാണ്. അവർ പൊതുവെ സമീപിക്കുന്നതും ഇത്തരം ആരോഗ്യ സ്ഥാപനങ്ങളെ തന്നെയാണ്. അതിലൊന്നും പ്രശ്നങ്ങൾ വരില്ല. ഇതിനിടയിലും ഹെലികോപ്റ്ററിൽ ഒരു ഹൃദയം കൊച്ചിയിലെത്തിച്ച ഒരു സംഭവം ഉണ്ടായി. ഇത് നിരന്തരം നമ്മൾ ഇത്തരം നടപടികൾ തുടരാനാണോ സർക്കാരിന്റെ ഉദ്ദേശം ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച്? ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് സാധാരണ നിലക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ, ഒരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണ്. ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ് ഈ ചെമ്പഴന്തി അണിയൂർ കല്യറ ഗോകുലത്തിൽ ലാലി ഗോപകുമാർ. അദ്ദേഹമാണ് അന്യൂറിസം ബാധിച്ച് മസ്തിഷ്ക മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹൃദയവും വൃക്കകളും കണ്ണുകളും ദാനം ചെയ്യാൻ ബന്ധുക്കൾ സമ്മതിച്ചു. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. അവരുടെ ഈ ദുഃഖത്തിൻ്റെ ഘട്ടത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ വലിയ മനസ്സിന് നന്ദി പറയട്ടെ. ആ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അതിനാണ് വഴി അവർ തേടിയത്. അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അത് സൗജന്യമായി തന്നെ അനുവദിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നാളെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കും. അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. റെസ്റ്റോറന്റ് സമയം സാധാരണ സമയക്രമം തന്നെയാണ്. പിന്നീട് ഒരു ചോദിക്കുന്നത്, ഈ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ഗുരുവായൂർ ദേവസ്വം തന്ന പൈസ കൂടുതലായി പോയി എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനോടൊക്കെ പ്രതികരിക്കും. ഈ ഹോട്ടലുകൾ സാധാരണ നിലക്ക് വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് സാധാരണ നിലക്ക് പ്രവർത്തിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. ആ പ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉത്തരവിലത് കൃത്യമായി വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ വാഹനങ്ങൾ അധികം പുറത്തിറങ്ങില്ല. അപ്പോൾ സാധാരണ നിലക്ക് വലിയ ആവശ്യം വരില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടാക്കാം. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അതിനല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്. അതിന് ഇതാണ് പൊതുവിൽ നാം സ്വീകരിക്കേണ്ട സമീപനം അക്കാര്യത്തിൽ. ഈ TV പ്രോഗ്രാമുകൾ ഷൂട്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CM അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കുന്നു പറഞ്ഞു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ?
CM കൊച്ചി അമൃത ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു 3 വയസ്സുകാരി കുട്ടിയെ അടിയന്തര ഘട്ടത്തിൽ ഗുരുതരാവസ്ഥയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കൾ പക്ഷേ ഉത്തർപ്രദേശിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവരെത്തിയാലേ ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ പറ്റൂ എന്നൊരു സ്ഥിതിയാണുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ഇടപെടൽ സാധ്യമാണോ എന്ന് മാതാപിതാക്കൾ ആരായിട്ടുണ്ട്? അത് സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവര് സർക്കാരിനെ ബന്ധപ്പെടുകയും കൂടി ചെയ്യണം. ആരാണ് എന്നൊക്കെ പറയണ്ടേ അതിന്. CM നാളെ ഞായറാഴ്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വൈദികർക്ക് ദേവാലയങ്ങൾ കുർബാന അർപ്പിക്കാനുള്ള അനുവാദം ഉണ്ടാകുമോ? സാധാരണ നിലക്ക് ഇപ്പം ദേവാലയങ്ങൾ തുറക്കുന്നില്ലല്ലോ. ഇനി തുറന്ന് പ്രവർത്തിക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഈ ഒരാൾ പോയി അല്ലെങ്കിൽ 5-ൽ താഴെ ആൾ എന്നൊക്കെയാണല്ലോ നേരത്തെ ഇപ്പോൾ ഉള്ള വ്യവസ്ഥ. ഇപ്പോൾ ഉള്ള വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് ദേവാലയങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ട്രെയിനുകൾ വരുന്നതിനുള്ള തടസ്സം, നമ്മളിപ്പോൾ 8ഓളം ട്രെയിനുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. അല്ല ആ സംസ്ഥാനം സമയം ഞാനത് മറന്നുപോയി. നമുക്ക് നാളെ ആവാം. അല്ല നാളെയില്ല, പിന്നീടാവാം. ഓക്കെ.